നമസ്കാരം, മലയാണ്. എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാൻ പഠിക്കാമെന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിക്കൊക്കെ ചിലർക്കൊക്കെ എഴുതാൻ അറിയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തുള്ള ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് പിടിയിട്ടും അതുപോലെ തന്നെ അത് എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാമെന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. 100% നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ 5 സെക്കൻഡ് കൊണ്ട് ഉത്തരം കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ഒരു അവസാനമായിട്ടിറങ്ങിയ ഒരു 10 സിനിമ നിങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കുക. ഓക്കെ, നിങ്ങളത് ഓർത്തെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങളെല്ലാവരും മലയാളം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിലെ ഗ്രാഫിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, ചീത്തയാണോ? യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിച്ചു കാണും. മരക്കാരിലെ ഗ്രാഫിക്സ് നല്ലതാണെന്നോ അല്ലെങ്കിൽ ചീത്തയാണെന്നുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു കാണും. വേറൊന്നുമല്ല, അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 10 സിനിമ, അതായത് നിങ്ങൾ മോഹൻലാലിൻ്റെ ഒരു ഡൈഹാർഡ് ഫാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി കാണും. സാധാരണക്കാരന് പെട്ടെന്ന് മോഹൻലാലിൻ്റെ ഏറ്റവും അവസാനത്തെ 10 സിനിമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ് എല്ലാവർക്കും സംഭവിച്ചത്. മിക്ക ആൾക്കാർക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിച്ചു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അവിടെ നമുക്കൊരു ഓപ്ഷൻ ആയിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കണം, ഓർത്തോർത്ത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് വന്നപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ നേരം ഇരുന്ന് ആലോചിക്കാൻ സമയമില്ല, നമുക്ക് ഒരു കാര്യം ചിന്തിച്ചെടുക്കാൻ പറ്റില്ല, നമുക്കവിടെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കയറി സംസാരിച്ച് കണ്ടിന്യൂസ് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ കാര്യങ്ങൾ കൊടുക്കണം. ആ സമയം നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോഴാണെങ്കിലും നമുക്ക് കുറേ ടൈം കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ അവരെന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് എഴുതുന്നത് എന്നുള്ള ആലോചിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഒരു വാക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, അതിന് നമുക്ക് ഓപ്ഷൻസ് ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് എഴുതുമ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു രണ്ട് സ്ഥലത്തെയും വ്യത്യാസം വരുന്നത്. നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും സ്പീക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു വാക്കറിയില്ല. ആ വാക്കിന് പകരം വേറൊരു വാക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാർക്കും ഇംഗ്ലീഷ് എഴുതാനും അതുപോലെ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും നമുക്ക് പറയാൻ സാധിക്കാത്തത്. ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒറ്റ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ സാധിക്കും. ഉള്ളിലുണ്ട് പക്ഷെ പുറത്തോട്ട് വരില്ല. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാണമുണ്ട്, പേടിയുണ്ട്. അപ്പോൾ ഈ പേടിയും നാണവും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാൻ അറിയാം, അതുപോലെ കേട്ടാൽ മനസ്സിലാവും. നമുക്ക് പറയാൻ പറ്റാത്ത മറ്റൊരാളുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അത് തെറ്റുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിനോട് സംസാരിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കളിയാക്കലുകൾ വരും. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ മോഹൻലാലിൻ്റെ സിനിമയെ കുറിച്ചാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമയാണ് ആറാട്ട് എന്ന് പറഞ്ഞത്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിനിമയെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ തന്നെ കണ്ണാടിയിൽ പോയിട്ട് ഇംഗ്ലീഷിൽ പറയാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സിനിമ മികച്ചതായിരുന്നു, ആ ഒരു സിനിമ തോൽവിയായിരുന്നു എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിലൊന്ന് റിവ്യൂ പറയാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞു ആ സംഭവം കഴിഞ്ഞു പോയി കഴിയുമ്പോൾ നിങ്ങളൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് പറഞ്ഞ് ഉറക്കെ പറയാൻ ശ്രമിക്കുക. അതായത് ഉള്ളിൽ മനസ്സിൽ ചിലപ്പോൾ പറയാൻ നമുക്ക് എല്ലാവരും കിട്ടും, പക്ഷേ മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പുറത്തോട്ട് വന്നെങ്കിൽ നമ്മൾ ഉറക്കെ പറയണം. അപ്പോൾ കണ്ണാടിയിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ വാലടച്ച് നിന്നിട്ടോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യം നിങ്ങൾ ഉറക്കെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല ഇംഗ്ലീഷ് സിനിമകൾ കാണുക, അതുപോലെ നല്ല നല്ല ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് വായിക്കുക, അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ റീഡ് ചെയ്യുക. ആദ്യമൊക്കെ ഇംഗ്ലീഷ് അവർ പറയണത് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല സിനിമയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ നല്ല സബ് ടൈറ്റിൽസ് ഒക്കെ ഉള്ള മൂവീസ് എടുത്തിട്ട് നമ്മൾ ആ സബ് ടൈറ്റിൽസ് നോക്കി വായിക്കുക. അപ്പോൾ അവരെന്താ പറയുന്നത് നമ്മൾ വായിച്ചെത്തുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പയ്യെ സബ് ടൈറ്റിൽസ് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന പോലെ തന്നെ ഇപ്പം അവർ പറയാം ഹായ് ഹലോ എന്ന് പറയും, നമ്മൾ അതുപോലെ ഹായ് ഹലോ എന്ന്. അപ്പോൾ അവരെന്താണോ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പറയുന്നത് നമ്മളതൊന്ന് ഡബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അവർ പറയുന്ന ഓരോ വാക്കുകളും ആ രീതിക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പിന്നീട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സിനിമയൊക്കെ കാണുവാണെങ്കിൽ അവർ പറയുന്ന പോലെ നമ്മളും തിരിച്ച് ആ ഡയലോഗ് അങ്ങോട്ടൊന്ന് ഡബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളിവിടെ മലയാളത്തിലെ ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും പോലെ കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗുകൾ നിങ്ങൾ ഡബ് ചെയ്ത് അവർ പറയുന്നതിൻ്റെ കൂടെ
നമ്മുടെ സിനിമ കാണുമ്പോൾ നിങ്ങളും പറയാനായിട്ട് ശ്രമിക്കുക. അത് 2, 3, 4 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് കിട്ടും. വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ക്ലച്ച് ഓടണം, ബ്രേക്ക് ഓടണം, ഗിയർ മാറണം, ഇതൊക്കെ അറിയാം. നമുക്ക് ചോദ്യം ചോദിച്ചാൽ പറയാൻ നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മളത് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ അറിയാം, വാക്കുകൾ അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇത് മറ്റൊരാളുടെ അടുത്ത് പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എല്ലാ കാര്യം ഇംഗ്ലീഷിൽ അറിയാമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മറ്റൊരാളുടെ അടുത്ത് ഇംഗ്ലീഷ് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നതിന് നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.